നിങ്ങൾ നിഗൂഢമായി ഈ ഈ ചാനലിന് കൊടുത്തിരിക്കുന്ന പേരിൽ സമകാലിക കേരളീയ ജീവിതത്തിന് ഇത്രയും ആവശ്യമായ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നു. നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കുന്നതിന് പകരം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് അർത്ഥവത്തായ സാരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും നടത്തണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കുമാരനാശാൻ പറഞ്ഞതുപോലെ മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്കെങ്കിലും മാപ്പ് നൽകണം. കാരണം 80 വയസ്സായി, ജീവിതം ഒരുപാട് കണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. നമ്മളിങ്ങനെ കിടന്ന് ഈ ചാനലുകളിൽ കിടന്ന് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെയൊക്കെ ആരാധ്യ പുരുഷനായിരുന്നു VK കൃഷ്ണമേനോൻ. അദ്ദേഹം UN 8 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ചതിനെക്കുറിച്ച് നമ്മളൊക്കെ അമ്പരപ്പോടുകൂടി ആരാധനയോടുകൂടി നമ്മളൊരു കാലത്ത് കുട്ടിക്കോച്ചിരുന്നു. ഈ പ്രസംഗത്തെക്കുറിച്ച് ഗിന്നസ് ബുക്കിലുണ്ട്. ഇന്ത്യയുടെ വിദേശ കാര്യങ്ങളെക്കുറിച്ച് കൃഷ്ണമേനോൻ നടത്തിയ പ്രസംഗം. അമേരിക്കയിൽ പോയതിന് ശേഷമാണ് ഞാൻ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. നമുക്ക് പറയാനുള്ളത് ഓൺ ദ ഡോട്ട്, ആ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞ് ആരും ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. അറ്റൻഷൻ സ്പാൻ 15-20 മിനിറ്റ് മറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ഓൺ ദ ഡോട്ട് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായ ഒരു ചാനലാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ സാമൂഹ്യ, രാഷ്ട്രീയ, കലാ, സാഹിത്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓൺ ദ ഡോട്ട് ആയിരിക്കട്ടെ. ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വാപദൂകത എന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, ആവശ്യമില്ലാത്ത പദങ്ങളെല്ലാം കോരിച്ചെറിഞ്ഞ്, ഞങ്ങൾ സയൻസിൽ തമാശ പറയാറുണ്ട്, ഇഫ് യു ക്യാൻ നോട്ട് കൺവിൻസ് യുവർ ലിസണേഴ്സ് ആൻഡ് റീഡേഴ്സ്, അറ്റ്ലീസ്റ്റ് കൺഫ്യൂസ് ദം. ഇപ്പോഴത്തെ പല പരിപാടികളും കാണുമ്പോൾ വായനക്കാരനെയോ അല്ലെങ്കിൽ ശ്രോതാവിനെയോ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്യിച്ചു വിടുക, അവർക്കൊരു ബുദ്ധിഭ്രമം ഉണ്ടാക്കി വിടാനുള്ള പരിശ്രമങ്ങളായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് നല്ല പേരാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഈ ചാനലിന് കഴിയുമാറാകട്ടെ. ആശംസകൾ.